ഇടുക്കിയിൽ മാത്രം പോളിയോ വിതരണമില്ല. സംസ്ഥാന തലത്തിലുള്ള തീരുമാനമാണെന്നാണ് DMOയുടെ വിശദീകരണം. നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ജില്ലയിൽ പോളിയോ വിതരണത്തിന്റെ ആവശ്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പോളിയോ വിതരണം ഇല്ലാത്തതിനാൽ ആശങ്ക പങ്കുവെച്ച മാതാപിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, ഇതെന്താണ് ഒരു വിചിത്രമായ തീരുമാനം? ഒരു ജില്ലയ്ക്ക് മാത്രം പോളിയോ വിതരണമില്ല. സ്മൃതി, കേന്ദ്ര തീരുമാനം എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു നിർദ്ദേശമായി പറയുന്നത്. അതായത് ഇടുക്കി ഉൾപ്പെടെയുള്ള 4 ജില്ലകളെ പോളിയോ വിതരണത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അതിൽ സംസ്ഥാന കേന്ദ്രത്തിന് കത്തയക്കുകയും രണ്ടാമത്തെ ഘട്ടത്തിൽ ബാക്കി 3 ജില്ലകൾ ഉൾപ്പെടുത്തുകയും ഇടുക്കിയെ മാത്രം ഒഴിവാക്കുകയുമായിരുന്നു. നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് മാനദണ്ഡങ്ങളിൽ, അതായത് ഇടുക്കി ജില്ല ആരോഗ്യപരമായ രംഗങ്ങളിൽ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പോളിയോ വിതരണത്തിന്റെ ആവശ്യം ജില്ലയിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ ആശങ്ക പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നത്. അതിലൊരു കാരണം, ഒന്ന്, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. അതുകൂടാതെ അതിഥി തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് പോളിയോ വിതരണത്തിൽ ഇടുക്കി ജില്ലയും ഉൾപ്പെടുത്തണമെന്നൊരാവശ്യമാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ ഇല്ലെങ്കിൽ കൂടി മറ്റൊരു സാഹചര്യത്തിൽ ജില്ലയിൽ പൾസ് പോളിയോ വിതരണം നടത്തണമെന്നാണ് പറയുന്നത്. ഇതിൽ ആശങ്ക പങ്കുവയ്ക്കാൻ കാരണം, ഇടുക്കി ഒഴികെയുള്ള ബാക്കി 13 ജില്ലകളിലും ഇപ്പോൾ പൾസ് പോളിയോ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇടുക്കിയിലെ മാതാപിതാക്കൾ ഒരാശങ്ക പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതിൽ സംസ്ഥാനം കേന്ദ്രത്തിന്റെ തലയിൽ പഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.